പ്രേക്ഷകരെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് ഇനിയും പോകുന്നത്. പാലക്കാട് ചിറ്റൂരിൽ കാണാതായ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. സുഹാന്റെ മൃതദേഹം കുളത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് സുഹാനെ കാണാതായത്. അരുൺ ആലത്തൂർ അവിടെ നിന്നും ചേരുകയാണ്. അരുൺ, ഈ കുട്ടിയുടെ വീടിന് സമീപത്തുള്ള ഒരു കുളം, അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണോ ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചത്? തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടെ വീട്ടിൽ നിന്നും കാണാതായ 6 വയസ്സുകാരനായ സുഹാൻ എന്ന ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വീടിന് ഒരു 600 മീറ്റർ അപ്പുറത്തുള്ള കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. നാട്ടുകാരും മറ്റുമാണ് ആദ്യം ഈ കുട്ടിയുടെ മൃതദേഹം ജലാശയത്തിൽ കാണുന്നത്. ഇന്നലെ 11 മണിയോടുകൂടെ വീട്ടിൽ നിന്ന് കാണാതായ കുട്ടിയെ പിന്നീട് കുട്ടിക്ക് വേണ്ടി വ്യാപക തിരച്ചിലായിരുന്നു നടത്തിയത്. പ്രത്യേകിച്ച് ആ പ്രദേശത്തെ കുളങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ ഇന്നലെയും തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തിരച്ചിൽ നിർത്തിവെച്ചു. ഇരുട്ടായതോടുകൂടി തിരച്ചിൽ നിർത്തിവെച്ചു. തുടർന്ന് ഇന്ന് രാവിലെയും പോലീസിന്റെയും അഗ്നിശമന സേനയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള തെരച്ചിലായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പോലീസ് പ്രദേശത്തെ സ്ത്രീകളുടെയും മറ്റുമൊക്കെ മൊഴി എടുത്തിരുന്നു. അതിൽ കുട്ടി കരഞ്ഞുകൊണ്ട് വീടിന്റെ ഒരു 200 മീറ്റർ അപ്പുറത്ത് കരഞ്ഞുകൊണ്ട് പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് 2 സ്ത്രീകൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ കുഞ്ഞ് എവിടെയെങ്കിലും ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രാർത്ഥനകൾ വിഫലമായിരിക്കുന്നു. കുഞ്ഞിനെ ഇപ്പോൾ ജീവനറ്റ ശരീരമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കുളത്തിലാണ്, വീടിന് 600 മീറ്റർ അപ്പുറത്ത് മാറിയാണ് ഇങ്ങനെ കുളത്തിൽ ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. സുഹാൻ തന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ കുട്ടിയെ കാണാതായ സമയത്ത് തന്നെ കുട്ടി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് ബന്ധുക്കളും മറ്റും പറഞ്ഞിരുന്നു. ഇന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് കുഞ്ഞ് ധരിച്ചിരുന്നതെന്ന്. അതേ വസ്ത്രങ്ങൾ ധരിച്ച ഒരു കുട്ടി എന്നുള്ളതാണ് ആദ്യം മൃതദേഹം കണ്ടപ്പോൾ തന്നെ മനസ്സിലായത്. പിന്നീട് സുഹാന്റെ തന്നെയാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉറപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ കുളത്തിൽ നിന്ന് ആ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി ഇവിടെ നിന്നും മൃതദേഹം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ മാറ്റും. അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ നിന്ന് പോയ ഒരു കരഞ്ഞുകൊണ്ട് പോയതാണ്. ഒരു സഹോദരനായിട്ടൊക്കെ വഴക്കിട്ട് കരഞ്ഞുകൊണ്ട് പോയ ഒരു കുട്ടി, ആ കുട്ടി എങ്ങനെയാണ് ഈ കുളത്തിലേക്ക്, അതായത് വീടിന്റെ 600 മീറ്റർ അപ്പുറത്തുള്ള ജലാശയത്തിലേക്ക് എങ്ങനെ ഈ കുട്ടി എത്തി, എങ്ങനെ അവിടെ പെട്ടു എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അവ്യക്തതയുണ്ട്. ഏതായാലും ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ജീവനോടെ ലഭിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു എല്ലാവർക്കും ഉണ്ടായത്. അത് ഏതായാലും വിഫലമായിരിക്കുന്നു. ആ കുഞ്ഞിന്റെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അരുൺ, ഏതാണ്ട് 21 മണിക്കൂർ നീണ്ടുനിന്ന തിരച്ചിലാണ് നടന്നത്. ഇന്നലെ 11 മണിക്കാണല്ലോ ഈ കുഞ്ഞ് വീട്ടിൽ നിന്നും സഹോദരനുമായി പിണങ്ങി ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം പിന്നീട് ഈ കുളത്തിലേക്ക് ഇറങ്ങുന്നതായി ആരെങ്കിലും ദൃക്സാക്ഷികൾ പറയുന്നുണ്ടോ, അതോ കരഞ്ഞുകൊണ്ട് പോകുന്നു എന്നത് സംബന്ധിച്ചാണോ ഈ മൊഴി നൽകിയിരിക്കുന്നത്? കൊണ്ട് പോകുന്നത് മാത്രമാണ് കണ്ടതായിട്ട് നാട്ടുകാർ പറയുന്നത്. അതായത് ഈ പ്രദേശത്ത് ഒരു ഗ്രാമീണ മേഖലയാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം ജലാശയങ്ങളും വയലുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള മേഖലയാണ്. അതുകൊണ്ട് CCTV ക്യാമറകളോ മറ്റോ ഒന്നും പ്രദേശത്ത് വളരെ കുറവാണ്. എങ്കിലും പോലീസ് അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ തേടിയിരുന്നു. അതായത് CCTV ക്യാമറകളിലോ മറ്റോ കുഞ്ഞു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ പോലീസ് നടത്തിയിരുന്നു. അതിനിടയിൽ നാട്ടുകാർ പലരും നിന്നായിട്ട് പോലീസ് ചോദിക്കുകയുണ്ടായി, ചോദിച്ചറിയുകയുണ്ടായി ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ കണ്ടോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ. അതിൽ അവസാനം 2 സ്ത്രീകളാണ് കുട്ടിയെ കണ്ടു എന്നുള്ള കാര്യം പിന്നീട് പോലീസിനോട് മൊഴി നൽകിയത്. അത് കുഞ്ഞ് വീടിന്റെ ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറത്ത് കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടു എന്ന് മാത്രമാണ് പറയുന്നത്. എങ്ങോട്ടാണ് പോയത്, എവിടെ എന്താണെന്നുള്ള കാര്യങ്ങളിൽ പിന്നീടും അവ്യക്തത തുടരുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഏതായാലും പോലീസ് പിന്നീട് കൂടുതൽ ഊർജിതമായിട്ടുള്ള തെരച്ചിലും മറ്റും നടത്തുന്നതിനിടെയാണ് ആ കുട്ടിയെ ഇപ്പോൾ ഈ ജലാശയത്തിൽ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ കുട്ടി ഇവിടേക്ക് എത്തിയത്, ജലാശയത്തിൽ എങ്ങനെ അകപ്പെട്ടു എന്നുള്ളതൊക്കെ ഒരു അവ്യക്തതയുണ്ട് എന്നുള്ളതാണ്. അത് ഏതായാലും പോലീസിന്റെ കൂടുതൽ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് അതിലേക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളിലേക്ക് അതിലേക്ക് എത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഓക്കെ, പാലക്കാട് ചിറ്റൂരിൽ കാണാതായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. സുഹാന്റെ മൃതദേഹം കുളത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് സുഹാൻ വീട്ടിൽ നിന്നും സഹോദരനുമായി വഴക്കിനെ തുടർന്ന് ഇറങ്ങിപ്പോയത്. ആളുകൾ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് റോഡിലൂടെ പോകുന്നതായി കണ്ടിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ മൃതദേഹം കുളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്.
അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.